ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാക്കളും അവരുമായി ബന്ധമുള്ളവരും ഒന്നിനു പുറകെ ഒന്നൊന്നായി ജയിലിലേക്ക് മാർച്ച് ചെയ്യുന്നതിന്റെ നാണക്കേട് മറക്കാൻ അറസ്റ്റിലാകുന്ന ഓരോരുത്തരെയും VS ശിവകുമാറിന്റെ സഹോദരനാക്കി വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന CPMന്റെ നെറികേടിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇന്ന് അറസ്റ്റിലായ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ശ്രീകുമാറിനെയാണ് അവസാനമായി CPM എന്റെ സഹോദരനാക്കിയിരിക്കുന്നത്. ശ്രീകുമാർ CITU ശബരിമല യൂണിയൻ നേതാവാണ്. ഇത്തരം പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്റെ പാപക്കറ മറക്കാനാവില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ അരുൺകുമാറിനെയും മറ്റുള്ളവർക്കും എതിരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ട് VS ശിവകുമാർ, മുൻ മന്ത്രി, കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പാണ് ഞാൻ വായിച്ചത്. ആ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിന്റെ കൂടെ അഡ്വക്കേറ്റ് KS അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ വന്നിരുന്ന് ക്യാപ്സ്യൂളുകൾ ഇറക്കുന്ന CPMന്റെ നേതാവ്, DYFI നേതാവ് KS അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പിൽ KS അരുൺകുമാർ പറയുന്നത്, പാരഡി എഴുത്തുകാരൊക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ TVയുടെ ഒരു 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 വാർത്തയുടെ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് മുൻ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന വ്യക്തി അറസ്റ്റിലായി എന്ന് പറയുന്നതാണ്. ആരെ? ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്ത കാര്യത്തിന്റെ വാർത്തയുടെ ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. ആ വാർത്തയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ ഈ അരുൺകുമാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് UDF ആരോഗ്യമന്ത്രി ശിവകുമാറിന്റെ അനുജനാണ് ഈ ശ്രീകുമാർ എന്നാണ് VS അരുൺകുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെതിരെയാണ് ഇന്നലെ VS ശിവകുമാർ ഫേസ്ബുക്കിലൂടെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അരുൺകുമാറിന്റെ കുറിപ്പ് കൂടി പങ്കുവെച്ചുകൊണ്ട് അരുൺകുമാറിന് നിയമ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടത്. അതിന് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ ആയപ്പോ ഈ അരുൺകുമാർ എന്ത് ചെയ്തു എന്നറിയാമോ? ആ പറയുന്ന VS ശിവകുമാർ, ആ UDFന്റെ ആരോഗ്യമന്ത്രി ശിവകുമാറിന്റെ അനുജൻ എന്ന് പറയുന്ന പോസ്റ്റ് മുക്കി. എന്നിട്ട് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാല് അതുമായി ബന്ധപ്പെട്ട് വീണ്ടും VS ശിവകുമാർ ഒരു പോസ്റ്റ് കൂടി, ഈ അരുൺകുമാർ മറ്റേ പോസ്റ്റ് മുക്കിയതിന് തൊട്ടു പിന്നാലെ അടുത്ത ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ്? ഇന്നലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ശ്രീകുമാർ എന്റെ അനുജനാണ് എന്ന രീതിയിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച DYFI നേതാവ് അരുൺകുമാർ തെറ്റ് മനസ്സിലാക്കി പോസ്റ്റ് പിൻവലിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിരോധത്തിലായ CPM അത് കോൺഗ്രസിന്റെ മേലെ ചാർത്തി തടിയൂരാനുള്ള ശ്രമം വില പോവില്ലെന്ന് പറയട്ടെ. പോസ്റ്റ് പിൻവലിച്ചത് കൊണ്ട് മാത്രമായില്ല, അരുൺകുമാർ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചില്ല എങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വീണ്ടും അരുൺകുമാർ പോസ്റ്റ് പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ, പോസ്റ്റ് മുക്കിയതിന് തൊട്ടു പിന്നാലെ വീണ്ടും VS ശിവകുമാർ പോസ്റ്റുമായി പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അയ്യന്റെ പൊന്ന് കട്ട കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുത്തു എന്ന് മാത്രമല്ല, ഈ കള്ളന്മാര് കോൺഗ്രസിന്റെ നേതാക്കളുടെ അനുജന്മാരും സഹോദരന്മാരുമാക്കാൻ DYFI ഗുണ്ടകൾ, ക്രിമിനലുകൾ, തെമ്മാടികൾ നടത്തുന്നത് വ്യാജ പ്രചരണങ്ങളാണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, കേസ് കൊടുക്കും, പരാതി കൊടുക്കും, കോടതിയിൽ നേരിടുമെന്ന് പറയുമ്പോ DYFIയുടെ ക്രിമിനൽ ഗുണ്ട പോസ്റ്റ് മുക്കുകയാണ്. അത്രയും നേരം VS ശിവകുമാറിന്റെ അനുജനാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുവാനും പരിഹസിക്കാനും ഇറങ്ങി പുറപ്പെട്ട DYFI ഗുണ്ട VS ശിവകുമാർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ മുക്കി, പോസ്റ്റ് പിൻവലിച്ചു, ഓടി, കണ്ടം വഴി ഓടി. ഇനി അടുത്തത് മാപ്പ് എന്നാണ് ആർക്ക് പറയാനുള്ളത്? KS അരുൺകുമാർ എന്ന് പറയുന്ന DYFIയുടെ ക്രിമിനൽ ഗുണ്ടക്ക് പറയാനുള്ളത്. അതല്ലെങ്കിലും നമ്മള് ഈ രാജ്യത്ത് രണ്ടു കൂട്ടരാണ് മാപ്പ് പറയുന്നത് കണ്ടിട്ടുള്ളത്. ഒന്ന് സംഘപരിവാർ കൂട്ടരാണ്, അല്ലെ? അവര് നിരന്തരമായിട്ട് മാപ്പ് എഴുതി കൊടുക്കലും മാപ്പ് പറയലും കാല് നക്കലും കാല് പിടിക്കലും കാല് പിടിച്ച് കരയലുമാണ് ഇവരുടെ കുറെ കാലമായിട്ടുള്ള സംഘപരിവാർ കൂട്ടങ്ങളുടെ ഒരു നടപടി അല്ലെങ്കിൽ ശീലം എന്ന് പറയുന്നത്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് സംഘാക്കള്, സഖാവും സംഘിയും തമ്മിൽ ഇപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് സംഘാക്കൾ എന്ന് പറയാം. ഈ സംഘാക്കളും ഇപ്പോ ഈ പറയുന്ന കാല് പിടിക്കലും കരയലും മാപ്പ് എഴുതി കൊടുക്കലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ട് ദിവസം കടകംപള്ളി
കഴിഞ്ഞ ദിവസം CPM നേതാവ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ MLA കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനോട് കോടതിയിൽ വെച്ച് ചോദിച്ചത്, സ്വർണ്ണക്കള്ള എന്നൊന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ, ഞാൻ കാല് പിടിക്കാമെന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പറ്റില്ല, ഹാജരാക്കാനുള്ള തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന ശബരിമലയിലെ അയ്യന്റെ പൊന്ന് കട്ടതിന് ഈ ശബരിമലയിലെ ഉദ്യോഗസ്ഥൻ, ദേവസ്വം ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോ അയാളുടെ പേരിന് മുമ്പിൽ VS ശിവകുമാർ എന്നുണ്ടായിരുന്നു. അത് കണ്ട ഉടനെ ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ ഗുണ്ട അരുൺകുമാറിന്റെ മനസ്സിൽ യെസ് VS ശിവകുമാർ എന്ന് ഓർമ്മ വന്നു. UDFന്റെ നേതാവ് VS ശിവകുമാറിന്റെ അനുജനാണ് VS ശ്രീകുമാർ എന്ന് പടച്ചുവിട്ടു ഫേസ്ബുക്കിലൂടെ. അതിന് തൊട്ട് പിന്നാലെ VS ശിവകുമാർ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കും, മാപ്പ് മാപ്പേ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിമിനൽ ഗുണ്ട, ഡിവൈഎഫ്ഐയുടെ ഗുണ്ട തപ്പി പോസ്റ്റ് മുക്കി ഓടടാ ഓട്ടം, കണ്ടം വഴി ഓട്ടം. വല്ലാത്തൊരു കാലഘട്ടമാണ് 2025 എന്ന് പറയുന്നത്. സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു കാലഘട്ടമാണ്. തിരിച്ചടികളുടെ മാത്രം കാലഘട്ടം. എങ്ങോട്ട് നോക്കിയാലും തിരിച്ചടികള്. ജനം മുഖത്ത് കാർക്കിച്ചു തുപ്പി ഇവരുടെ. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോ അവിടെയും കോടതികളിൽ തിരിച്ചടി. ഇപ്പുറത്ത് അയ്യന്റെ പൊന്ന് കട്ട കള്ളന്മാരായ സഖാക്കളുടെ കാര്യം പറഞ്ഞ് പാട്ടെഴുതി, അതിലും തിരിച്ചടി. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോ VS ശിവകുമാറിന്റെ അനുജനാക്കാൻ സഖാക്കൾ കുറെ പണിയെടുത്തു. ഈ പോസ്റ്റ് ഇന്നലെ മുതൽ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഈ ക്രിമിനൽ ഗുണ്ട, ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ ഗുണ്ട ഈ അരുൺകുമാർ പറഞ്ഞത് കേട്ട് അന്തംഗമ്പി അടിമകൾക്ക് എന്ത് ശിവകുമാറിന്റെ അനുജൻ, എന്ത് ശിവകുമാറിന്റെ ഫാമിലി എന്തെങ്കിലും അറിയോ? ഈ ക്രിമിനൽ പറഞ്ഞത് കേട്ട് ഈ സഖാക്കളൊക്കെ ആ പോസ്റ്റും പൊക്കി പിടിച്ച് നടന്ന് ശിവകുമാർ വന്ന് കേസ് കൊടുക്കുന്നു പറഞ്ഞപ്പോ ഗുണ്ടാ നേതാവ് അരുൺകുമാർ പോസ്റ്റ് മുക്കി. ഇനി അടിമകൾ എന്ത് ചെയ്യുമെന്നറിയില്ല. ശിവകുമാർ എന്താണെങ്കിലും കേസുമായി മുന്നോട്ട് പോകാനും കോടതിയിൽ പോകാനാണ് ശിവകുമാറിന്റെ തീരുമാനം. ഊമ്പി എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും സഖാക്കൾ ഊമ്പുകയാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ പാട്ട് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. അയ്യോ പരാതി, അയ്യപ്പനെ അധിക്ഷേപിച്ചു, മതവികാരം ദൃഢപ്പെടുത്തി എന്ന് പറഞ്ഞ് പരാതിയുമായി പോലീസ് ഇറങ്ങി പുറപ്പെട്ടപ്പോ കോടതിയിലെത്തുമ്പോ പരാതി അടപടലം മൂഞ്ചുമെന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും മൂഞ്ചല് മാത്രം ബാക്കിയായ സഖാക്കള് ഇപ്പൊ മാപ്പ് എഴുതി കൊടുക്കാൻ നടക്കുകയാണ്. സവർക്കറിന്റെ പിൻഗാമികളാണ് ഇന്ന് കേരളത്തിലെ സഖാക്കള് എന്നുള്ളത് അവര് തന്നെ തെളിയിച്ചു കൊണ്ടേയിരിക്കുക. അന്ന് സവർക്കർ മാപ്പ് എഴുതി കൊടുത്തു, ഇന്ന് സഖാക്കള് മാപ്പ് എഴുതി കൊടുക്കുകയാ. കോടതിയിൽ പോയിട്ട് പ്രതിപക്ഷ നേതാവിന്റെ കാല് പിടിക്കുക, സ്വർണ്ണക്കള്ളാന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമെന്ന്. ഇപ്പോ അരുൺകുമാർ പോസ്റ്റ് മുക്കി. ശിവകുമാർ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ കേസ് കൊടുക്കും, നിയമ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞുള്ളൂ. ഉടനടി മുക്കി. VS ശിവകുമാറിന്റെ അനുജൻ, UDF ആരോഗ്യമന്ത്രി VS ശിവകുമാറിന്റെ അനുജനാണ് എന്നുള്ള പോസ്റ്റ് ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ ഗുണ്ട അരുൺകുമാർ മുക്കി. അല്ലെങ്കിലും അരുൺകുമാറിന്റെ വിധി അതാണല്ലോ, എവിടെ പോയിരുന്നാലും തേയാന്. ഇങ്ങനെ ഒരു ജന്മേ വല്ലാത്തൊരു ജന്മാണ്. തേഞ്ഞ് ഈ പോകുന്നവരും വരുന്നവരും ഒക്കെ മേടിക്കൊണ്ട് പോവുകയാണ്. അതിനായിട്ടൊരു ജന്മമെന്നേ. എന്തൊരു അവസ്ഥയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു അവസ്ഥയാണ്. എവിടെ ചെന്നാലും തോൽവികൾ മാത്രം ഏറ്റുവാങ്ങാനായിട്ട് കേരളത്തിലെ സഖാക്കൾ ഇനിയും ബാക്കിയാണ് അവരുടെ ജന്മങ്ങൾ. മനസ്സിലായില്ലേ? സ്വർണ്ണക്കൊള്ളയിൽ എന്തോ വലിയ കാര്യം കിട്ടിയെന്നായിരുന്നു. ഇന്നലെ ഈ VS ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോ അത് VS ശിവകുമാറിന്റെ അനുജനാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു. എന്തോ വലിയ സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു ഇവരുടെ പ്രതികരണങ്ങളും പോസ്റ്റുകളൊക്കെ. VS ശിവകുമാർ ഒന്നേ ചെയ്തുള്ളൂ, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ആദ്യം ക്യാപ്സ്യൂൾ ഇറക്കിയ അരുൺകുമാർ മുഖ്യ പോസ്റ്റ് ക്യാപ്സ്യൂൾ പിൻവലിച്ചു. ഇനി മാപ്പും പറയേണ്ടി വരും. പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എല്ലാ സ്ക്രീൻഷോട്ടുകളും എല്ലാ വീഡിയോകളും എല്ലാ പോസ്റ്റുകളും VS ശിവകുമാറിന്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഏതുപോലെ സവർക്കർ കാല് നക്കി മാപ്പ് പറഞ്ഞതുപോലെ
കടകംപള്ളി പ്രതിപക്ഷ നേതാവിന്റെ കാല് പിടിച്ച് മാപ്പ് എഴുതി പറഞ്ഞതുപോലെ ഇപ്പോ അരുൺകുമാർ ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ ഗുണ്ട, ആ ഗുണ്ടയും മാപ്പ് പറയേണ്ട ഗതികേടാണ്. പോസ്റ്റ് എന്തായാലും മുക്കിയിട്ടുണ്ട്. ഇന്നലെ മുൻ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറിന്റെ അനുജനാണെന്ന് പറഞ്ഞ പോസ്റ്റ് ഇപ്പോ അരുൺകുമാർ മുക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും അരുൺകുമാറിന് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ പോയ പണി കിട്ടുമെന്നുള്ളത്. അരുൺകുമാർ പോസ്റ്റ് മുക്കിയിട്ടുണ്ട്. പോസ്റ്റ് മുക്കിയത് കൊണ്ട് തീരൂല. അരുൺകുമാറെ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കോടതിയിൽ എന്ന് മാത്രമല്ല നല്ല പൈസ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതിന് സഖാക്കൾക്ക് ഇപ്പം എന്തായാലും ഇനി പൈസ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാ. ഉള്ള പൈസ ഒക്കെ ഫണ്ടൊക്കെ കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയില്ലേ, ആ തെരഞ്ഞെടുപ്പ് ആട്ടപടലം മൂഞ്ചിയിരിക്കുകയാണ്. അപ്പൊ എന്താണെങ്കിലും മാപ്പ് പറയാന് സംഘാക്കളുടെ ജീവിതം ഇനിയും ബാക്കിയാണെന്ന് ഇവര് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്.